ഇത് നമ്മൾ എടത്തുവ അമ്പലപ്പുഴ റോഡിലുള്ള കളപ്പുരയ്ക്കൽ ജോയിച്ചൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ തറവാടാണ് ഈ കാണുന്നത്. പഴയ കാലം തൊട്ടേ വലിയ ജന്മിമാരാണ്. ഇന്നും ആ തറവാട് അതുപോലെ തന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. വലിയൊരു തറവാടാണ്. ആ തറവാടിൻ്റെ ദൂരക്കാഴ്ച നിങ്ങളിപ്പോൾ കാണുന്നു. ഇത് നമുക്ക് വീടിൻ്റെ അടുത്ത് പോയി ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. കാണേണ്ട ഒരു വീട് തന്നെയാണ്. വളരെ മനോഹരമായ ഒരു വീട് തന്നെയാണ്. ഞാൻ പോയ വഴിക്ക് ഒരു നാരങ്ങാവെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നമ്മുടെ നല്ല നാടൻ നാരങ്ങാവെള്ളം, ഉപ്പും പഞ്ചസാരയും ഒക്കെ ഇട്ട നല്ല സൂപ്പർ നാരങ്ങാവെള്ളം, ചായ, നല്ല ചെറു കടികൾ എല്ലാം ഇവിടെ കിട്ടും. എല്ലാ ഐറ്റംസുകളും ഉണ്ട്. നമ്മുടെ കുട്ടനാട് രീതിയാണ്. പേരെന്തായിരുന്നു? പേര് ജോളി ചേട്ടൻ്റെ കടയാണ് കേട്ടോ. നമ്മുടെ പച്ചക്കടുത്ത് തന്നെ ചെകിടിക്കാട് പള്ളിക്കപ്പടിയുടെ അടുത്തായി കാണുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചൂടായിട്ടുള്ള കടികളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. നല്ല നാടൻ കുട്ടനാടൻ നാരങ്ങാവെള്ളം കിട്ടും. നല്ല വാടാത്ത നല്ല അന്നേരം ഫ്രഷായിട്ട് വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് വരുന്ന നാരങ്ങയാണ്. എല്ലാം അതേ കണ്ടില്ലേ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്നു. ഇത് നമ്മുടെ ജോയിച്ചൻ്റെ കടയുടെ അരമര ഉണ്ടോ? അത് എത്ര ഭംഗിയായിട്ട് ഗ്ലാസ്സൊക്കെ തുടച്ച് നല്ല നീറ്റാക്കി. നമ്മൾ വഴിയാത്രകളിൽ നമ്മൾ ഇങ്ങനെയുള്ള കടകളിൽ നിന്ന് വേണം നമ്മുടെ ഭക്ഷണങ്ങൾ കഴിക്കാൻ. പാത്രങ്ങളൊക്കെ കണ്ടോ, ശ്രദ്ധിച്ചോ? ഓരോ ദിവസവും അത് അത്രമാത്രം തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഗ്ലാസ്സൊക്കെ കണ്ടോ. നമ്മുടെ വീട്ടിൽ നമ്മൾ സൂക്ഷിക്കുന്നതിനെക്കാട്ടും ഭംഗിയായിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ അമ്പലപ്പുഴ എടത്തുവ റോഡിൽ നമ്മുടെ പള്ളിക്കപ്പടിക്ക് അടുത്താണ്. നിങ്ങൾക്ക് റോഡിൽ വരുന്ന സമയത്ത് പച്ച ചെക്കിങ്ങിനേക്കാൾ ബോർഡ് കാണാം. ആ ബോർഡിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കട തന്നെയാണ്. അദ്ദേഹത്തെ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇതാണ്. അപ്പം ഒരു ഹായ് പറഞ്ഞത്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ എടത്തുവ എന്ന സ്ഥലത്തുള്ള പച്ച എന്ന ഗ്രാമത്തിലാണ്. ഗ്രാമഭംഗി കൊണ്ട് വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ് ഈ പച്ച എന്ന ഗ്രാമം. പക്ഷേ ഇന്ന് പച്ച അറിയപ്പെടുന്നതും പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്നതും ഈ ഗ്രാമഭംഗി കൊണ്ട് മാത്രമല്ല. ഇവിടെ അതിനെക്കാട്ടിലൊക്കെ അതിസംഭവബഹലമായ ഒരു സംഭവത്തിലൂടെ ഹീറോ ആയി തീർന്ന ഒരു നായക്കുട്ടിയുണ്ട്. ആ നായക്കുട്ടികളിലൂടെയാണ് ഇന്ന് ലോകം മൊത്തം അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ പച്ച എന്ന സ്ഥലം. അപ്പം ആ നായക്കുട്ടിയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഇന്നത്തെ യാത്ര. ഈ പച്ചയിൽ നിന്നും കുറച്ചുകൂടി ദൂരമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ വീട്ടിലാരെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതിനു മുമ്പ് 2 പ്രാവശ്യം അവിടെ വന്നതാണ്. വന്നപ്പോഴൊന്നും വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. എനിക്കവിടെ കയറാൻ പറ്റിയില്ല, അതിനെ കാണാനും പറ്റിയില്ല. ഇതെൻ്റെ 3ാമത്തെ വരവാണ്. തൻ്റെ കുഞ്ഞുനാളിൽ തൊട്ട് എടുത്തു വളർത്തിയ ആ പട്ടിക്കുട്ടി തൻ്റെ പോറ്റമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ വരെ തയ്യാറായ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായത്. വീട് പൂട്ടി പുറത്തേക്കിറങ്ങാൻ ശ്രമിച്ച വീട്ടമ്മയുടെ കാൽപാദത്തിനടിയിൽ സ്റ്റെപ്പിൽ കിടന്നിരുന്ന ഒരു കരിമൂർഖൻ അത് വീട്ടമ്മയുടെ കാലിലേക്ക് കൊത്താൻ വേണ്ടി പത്തി വിയർത്തി ഉയരുന്ന സമയത്ത് എവിടെ നിന്നോ പാഞ്ഞെത്തിയ ഈ നായക്കുട്ടി പാമ്പിനെ കടിച്ച് വായിലാക്കുകയും അതിനെ വലിച്ചു കൊണ്ടുപോയി തൻ്റെ കൂട്ടിക്കയറ്റുകയും ചെയ്തു. വളരെ വലിപ്പമുണ്ടായിരുന്ന ആ പാമ്പിനെ അതുമായിട്ട് നടത്തിയ മൽപ്പിടുത്തത്തിന് ശേഷം ഒരുപാട് സമയത്തിന് ശേഷം ആ പാമ്പിനെ അത് കടിച്ച് 2 മുറിയാക്കി മാറ്റി. പക്ഷേ അതോടൊപ്പം തന്നെ നിർഭാഗ്യവശാൽ ആ പട്ടിക്കുട്ടിക്കും കടിയേൽക്കുകയുണ്ടായി. അതിനെ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് ആലപ്പുഴ കൊണ്ടുപോയി, അവിടുന്ന് ഹരിപ്പാട് കൊണ്ടുപോയി, അവിടുന്ന് പിന്നെ തിരുവല്ലയിൽ മഞ്ഞാടി എന്ന സ്ഥലത്തുള്ള ഒരു സ്വകാര്യ മൃഗാശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരുപാട് ഡോസ് ആൻറ്റിവെനം കുത്തിവെച്ചു. പക്ഷേ അവൻ്റെ ബോധം നഷ്ടപ്പെട്ടു പോയിരുന്നു. ഒരുപാട് ദിവസത്തെ ഈ വീട്ടമ്മയുടെയും അവരുടെ മക്കളുടെയും കുടുംബത്തിൻ്റെയും എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ കാരണം ഒരുപാട് ദിവസത്തിന് ശേഷം അവൻ കണ്ണു തുറന്നു. അപ്പം അവന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിച്ച് രാവും പകലും സ്വന്തം കുഞ്ഞിൻ്റെ അടുത്തെന്ന പോലെ രാവും പകലും അവന് വേണ്ടി തൻ്റെ ജീവൻ രക്ഷപ്പെടുത്തി അവന് വേണ്ടി ആ വീട്ടമ്മ കാവലിരുന്ന് അവൻ്റെ കിടക്കയ്ക്കരികെ. അപ്പോൾ ആ അമ്മയും ആ നായക്കുട്ടിയും തമ്മിലുള്ള ആ ആത്മബന്ധം എത്ര വലുതായിരിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കി.
മനുഷ്യൻ ഇന്ന് മാതൃകയാക്കേണ്ട ഒരുപാട് നായക്കുട്ടികളുടെ സംഭവങ്ങൾ ഓരോ ദിവസവും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നായക്കുട്ടിയെ കാണാൻ വേണ്ടിയിട്ടാണ് എൻ്റെ യാത്ര. അതിനുശേഷം അവിടെ നടന്ന ആ സംഭവബഹുലമായ ആ ഒരു പോരാട്ടം, അതിനെക്കുറിച്ച് ആ വീട്ടമ്മ പറയുന്നത് എന്താണെന്നും കൂടി നമുക്ക് അല്പം ഒന്ന് കേൾക്കാം. അപ്പോൾ ഞാനിപ്പം പച്ചയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ആ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങളെ ഞാൻ അവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാമ്പ് കടിയേറ്റ് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലെത്തിച്ച മരണത്തോട് മല്ലടിക്കുന്ന റോക്കിയാണ് ഈ കാണുന്നത്. അന്ന് ഹരിപ്പാട് ഹോസ്പിറ്റലിൽ നിന്നും 6 ഡോസ് ആൻറ്റിവെനവും തിരുവല്ലയിലെ ഹോസ്പിറ്റലിൽ 8 ഡോസ് ആൻറ്റിവെനവും ഇവൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഡോക്ടർമാർ കുത്തിവെച്ചു. ഒരു പറ്റം ഡോക്ടർമാരുടെ നിതാന്തമായ പരിശ്രമം കൊണ്ടാണ് റോക്കിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. 50 കിലോയിലധികം തൂക്കമുണ്ടായിരുന്ന അവന് ഇത്രയധികം ഡോസ് ആൻറ്റിവെനവും ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നും കഴിക്കാതെ മരണത്തോട് മല്ലടിച്ച് അവൻ കിടന്ന ഒരുപാട് ദിവസങ്ങളുണ്ടായിരുന്നു. അവൻ്റെ പോറ്റമ്മയുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ പ്രാർത്ഥനയും ഡോക്ടർമാരുടെ കഴിവും കൊണ്ട് മാത്രമാണ് റോക്കി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. 50-ലധികം തൂക്കമുണ്ടായിരുന്ന ഗ്രേറ്റ് ഡെയിൻ എന്ന് പറയുന്ന ആജാനുബാഹുവായ ഒരു പട്ടിക്കുട്ടിയായിരുന്നു ഇവൻ. അവൻ പൂർണ്ണ സ്ഥിതിയിലേക്ക് ആരോഗ്യമായി അവൻ്റെ വീട്ടിൽ തിരിച്ചെത്തി. കഥാപാത്രം അവൻ്റെ കൂട്ടി കിടക്കുകയാണ്. അപ്പോൾ അവനെ കൂട്ടി വളർത്തിയ അവൻ്റെ പോറ്റമ്മ ഇപ്പോൾ വരും അവനെ വെളിയിൽ ഇറക്കുന്നതിനായിട്ട്. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യിക്കുകയാണ്. ഹായ്, അപ്പം ഞാനിപ്പം നമ്മുടെ പച്ചയിലെ തുഷാരയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. നമ്മുടെ റോക്കിയെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇവനായിരുന്നു ഇന്ന് നമ്മുടെ പച്ച എന്ന ഗ്രാമത്തെ ലോകപ്രശസ്തമാക്കിക്കൊണ്ടിരിക്കുന്ന നായക്കുട്ടി. കണ്ടോ, അവനെന്ന പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വന്നിരിക്കുക. അപ്പോൾ അന്നത്തെ ആ സംഭവത്തെ പറ്റി നമുക്ക് അവൻ്റെ പോറ്റമ്മയല്ല അവൻ്റെ അമ്മ തന്നെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തം ജീവൻ ബലി അർപ്പിച്ചും അവൻ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കത്തില്ലല്ലോ. ഇതേണ്ടല്ലോ. അപ്പോൾ അത്രത്തോളം എത്രമാത്രം അമ്മയും അവനും തമ്മിലുള്ള ആത്മബന്ധം ഉണ്ടാവും എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാവുമല്ലോ. അപ്പം അന്നത്തെ ആ സംഭവത്തെ പറ്റിയുള്ള ചുരുക്കിയൊരു വിവരണം നമുക്ക് തുഷാരയോട് തന്നെ അവൻ്റെ അമ്മയോട് തന്നെ നമുക്ക് ചോദിക്കാം. അപ്പോൾ തുഷാര, ഞങ്ങൾ ഹസ്ബൻഡിനെ കൊണ്ടുവരാനായിട്ട് എയർപോർട്ടിൽ പോകാനായിട്ട് റെഡിയായി ഇറങ്ങാൻ വേണ്ടി പോകുമ്പോഴായിരുന്നു സംഭവം. അപ്പം ഞാൻ തിപ്പന്മാരെ ഒന്ന് അകത്ത് കയറ്റിയിട്ട് പോകാം എന്ന് കരുതി ഇവിടുന്ന് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു. ഞാൻ ഇറങ്ങുമ്പോഴേക്കും റോക്കി കൂട്ടിനകത്ത് കിടക്കുകയാണ്. അപ്പം കൂട്ടിൽ നിന്ന് ഇവൻ ഓടി ഇങ്ങോട്ട് വരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാനിപ്പോൾ പുറകു തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും പാമ്പ് ഇങ്ങനെ നിപ്പുണ്ട്. ഇവൻ ചാടി പത്ത് എടുത്ത് ഇങ്ങനെ നിപ്പുണ്ട്. അപ്പോഴേക്കും ഇവൻ ചാടി പിടിക്കുകയും ചെയ്തു. അപ്പം ഞാനിവിടുന്ന് റോക്കി വിടെന്ന് പറഞ്ഞിട്ട് ഞാൻ പുറകെ ഓടിയിട്ടൊന്നും ഒരു രക്ഷയില്ല. അവൻ എന്ത് ചെയ്താൽ പുറകോട്ട് വിടത്തില്ല, കയ്യിൽ നിന്ന് എന്ത് ചെയ്താൽ അവൻ വിടുന്നില്ല. അങ്ങനെ അവസാനം ഞാൻ ഇതേന്നൊരു വടിയെടുത്ത് ഒടിച്ചെടുത്തിട്ട് ഇവനെ താഴെ ഇടെന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ പുറകെ ഓടുന്നുണ്ട്. അപ്പം എന്ത് ചെയ്താൽ ഇവൻ താഴേക്കിടാതെ അതിനെ കടിച്ചു പിടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വടിയെടുത്ത കണ്ടുകൊണ്ട് ഇവൻ ഓടി കൂടിനകത്ത് കയറി ഇരിക്കുകയായിരുന്നു. കൂടിനകത്തുനിന്ന് വിളിച്ചിട്ടൊന്നും വരുന്നില്ല. ഞാൻ പിന്നെ അവസാനം മോനും ഓടി വന്നു. എൻ്റെ അലർച്ച കേട്ടോണ്ട് ഇവരും ഓടി വന്ന്, പപ്പായും മമ്മിയൊക്കെ ഓടി വന്നു. അങ്ങനെ ഞങ്ങള് ഞാൻ പിടിച്ച് വലിച്ച് ഒരു രക്ഷയില്ല. എന്നിട്ടൊന്നും ഇവൻ പുറത്തിറങ്ങുന്നില്ല. പിന്നെ ലാസ്റ്റ് അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നെന്ന് പറഞ്ഞാൽ ഇത് പാമ്പ് ചത്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണെന്ന് തോന്നുന്നുണ്ട്. താഴേക്ക് ഇറങ്ങി അവൻ താഴേക്ക് കൊണ്ടുവന്ന് അതിനെ കടിച്ചു മുറിച്ച് രണ്ടാക്കി ഇട്ടിട്ടാണ് താഴേക്ക് വീഴുന്നത്. അതിനുശേഷം അവൻ കൂട്ടിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നില്ലേ? അവൻ ഉറപ്പ് വന്ന് മരിച്ചു എന്നുള്ള ഉറപ്പ് വന്നതിന് ശേഷമാണ് അവൻ പുറത്തേക്ക് വരുന്നത്. അറിയില്ല, പക്ഷെ അവൻ താഴെ കൊണ്ട് ഇട്ടപ്പോ ഇത് രണ്ടായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവൻ അതുവരെ വിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യില്ല, അവൻ ഉറപ്പ് വരണവൻ, അതുകൊണ്ട് അവൻ വിടാഞ്ഞ്. കാരണം 1, 2 ചിലപ്പോ അവനും അറിയാം, ചിലപ്പോ അവനെ കൊന്നില്ലെങ്കിൽ അവനെയും ചിലപ്പോൾ തിരിച്ച് കടിക്കാമെന്നുള്ളത്. നമ്മളെ ഉപദ്രവിക്കും കണ്ടിട്ടാണ് വന്നപ്പോഴും ക്യാമറ ഓൺ ചെയ്തപ്പോഴും അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം അവന് പേടിയാണ് നമ്മളെ ഉപദ്രവിക്കോ ഇല്ലയോ എന്നുള്ള. അതിനുശേഷം പിന്നെന്തായിരുന്നു? അതിനുശേഷം പിന്നെ ഞാനപ്പോ പെട്ടെന്ന് തന്നെ ഇവനെ ഹോസ്പിറ്റലല്ല, ഞാൻ ഇവരെ കാണിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ട്, പിന്നെ കളറോട് മേരിക്കുഞ്ഞ് ഡോക്ടർ എന്ന് പറയും. അപ്പൊ ഞാൻ ഡോക്ടറെ വിളിച്ചു പെട്ടെന്ന് തന്നെ. ഡോക്ടറെ ഇല്ല, ഒരു പ്രശ്നമില്ല, ഒന്നും കാണിക്കില്ല. അപ്പൊ ഇവന് കടി കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ ഊഹിക്കുകയാണ്, അല്ലാതെ നമുക്ക് അറിയില്ല കിട്ടിയിട്ടുണ്ടോ എന്ന്. അപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് തന്നെ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഹസ്ബൻഡിനെ പെട്ടെന്ന് വിളിക്കുന്നു. ഹസ്ബൻഡ് എയർപോർട്ടിൽ നിൽക്കുകയാണ്, നെടുമ്പാശ്ശേരിയിലല്ല, ദുബായ് എയർപോർട്ടിൽ നിൽക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ റോക്കിയെ പാമ്പ് കടിച്ചിട്ടുണ്ട്, എന്ത് ചെയ്യാം? അപ്പൊ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയിക്കോ, ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പൊ
ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോ, എന്നെ കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന്റെ നോക്കണ്ട. ഓമന തന്നെയാണോ ഇവൻ? തീർച്ചയായും അതല്ലേ? അതെ അതെ, ഹസ്ബൻഡാണ് ഇവനെ ആദ്യം ഇല്ല കൊണ്ടുവരുന്നത്. ഞാനൊന്നും ചെയ്യുന്നില്ല, ഒന്നുമില്ല. ഇല്ല, ശകല പ്രശ്നമൊന്നുമില്ല. ഒരു എന്റെ അടുത്തേക്ക് വരുന്നെന്ന് കാണുന്നോണ്ടാണ് അവന്. ആ. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോ, എന്നെ കൊണ്ടുവരാൻ വരണ്ട, നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ നമ്മുടെ ഇവിടെ അടുത്തൊരു ഓട്ടോ ഉണ്ട്, ഇവരെ എപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതാണ്. അപ്പം ഞാൻ പെട്ടെന്ന് പുള്ളിയെ വിളിച്ചിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. പുള്ളിയും കറക്റ്റായിട്ട് ആ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ വന്ന് ഞങ്ങൾ ഇവനെയും കൊണ്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ വിയപുരം വഴിയാണ് പോയത്. അപ്പോൾ അവിടെ റെയിൽവേ ക്രോസ് അടച്ചിട്ടിരിക്കുകയായിരുന്നു ട്രെയിൻ വരാൻ വേണ്ടിയിട്ട്. അയ്യോ. അപ്പോൾ ഓട്ടോ അവിടെ ഒരു 10-12 മിനിറ്റോളം അവിടെ കിടന്നു. ആ സമയത്ത് ഇവന്റെ പുറകിലത്തെ കാല് തളർന്നു പോയിട്ട് ഇവൻ താഴേക്ക് വീണു അല്ലേ? ഓട്ടോയിൽ തന്നെ താഴേക്ക് വീണു. അപ്പോഴേക്കും തന്നെ ഞങ്ങൾക്ക് ഭയങ്കര വെപ്രാളമായി. അപ്പോഴാണ് ശരിക്കും ഇവന് കടി കിട്ടിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങള് പെട്ടെന്ന് തന്നെ ട്രീറ്റ് അൺയൂഷ്വൽ എന്ന് പറഞ്ഞിട്ട് ഹരിപ്പാട് ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടേക്കാണ് ഞങ്ങൾ ഡോക്ടർ പറഞ്ഞിട്ട് അത് അവിടെ കൊണ്ടുപോകാൻ അവിടേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് അവര് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് ഇതെല്ലാം കൊടുത്തു. ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാനപ്പം പറയുന്നുണ്ട് എങ്ങനെങ്കിലും അവനെ ഒന്ന് രക്ഷിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങള് അപ്പൊ അവര് പറഞ്ഞു തിരുവല്ല മഞ്ഞാടിയില് വെറ്റ്സ് ആൻഡ് പെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടേക്ക് ഞങ്ങളെ റെഫർ ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് അവരാണ് ഞങ്ങളെ അങ്ങോട്ടേക്ക് റെഫർ ചെയ്ത് തരുന്നത്. അങ്ങനെ പിന്നെ ഞാൻ അവിടെ ഞാനും മോനും ഉണ്ട്. ഞങ്ങൾ പിന്നെ അങ്ങനെ ഓട്ടോയിൽ അവിടെ കൊണ്ടുപോയി അവിടെ ചെന്ന് അവര് ട്രീറ്റ്മെന്റ് എല്ലാം എടുത്തു. ട്രീറ്റ്മെന്റ് മീൻസ് അവര് ആന്റിവെനം അല്ല, അവർ ആദ്യമേ തന്നെ ബ്ലഡ് ചെക്ക് ചെയ്തു. ലിവർ ബോധം ഉണ്ടായിരുന്നില്ല. അവര് സ്ട്രക്ചറിലാണ് വന്ന് കൊണ്ടുപോയത്. അങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് ഇതെല്ലാം എടുത്ത് അപ്പൊ അവര് പറഞ്ഞു ലിവറിലേക്ക് ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ട്, കിഡ്നിയിലേക്കൊന്നും പ്രശ്നമില്ല. പിന്നെ അവര് പെട്ടെന്ന് തന്നെ ആന്റിവെനം ബാക്കിയും കൂടി ഇട്ടു. അങ്ങനെ പിന്നെ 12 ആന്റിവെനം 8 ആന്റിവെനം കൂടെ അവിടെ ഇട്ടു. അങ്ങനെയായിരുന്നു. അതിനുശേഷം എത്ര ദിവസം കടന്നു? എത്ര ദിവസം ഹോസ്പിറ്റലിൽ? അവന് 5 ദിവസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പൊ എത്രാമത്തെ ദിവസം ബോധം വന്നു? ബോധം വന്നത് 2 ദിവസത്തിന് ശേഷമാണ്. 2 ദിവസത്തിന് ശേഷം. അപ്പം ആ സമയത്തെല്ലാം പിറ്റേ ദിവസം ആയപ്പോഴേക്കും കണ്ണ് ചിമ്മുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞാനപ്പം അവിടെ ഉണ്ട്, അപ്പം കണ്ണ് ചിമ്മുന്നുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞ നല്ലൊരു സൈനാണ്. അവിടുന്ന് അവര് ഒത്തിരി നോക്കിയിട്ടുണ്ട്. ഫ്ലൂയിഡ് മാത്രമായിരുന്നു അന്നൊരു 5 ദിവസത്തോളം ഒന്നും കഴിക്കാതെ, ഫ്ലൂയിഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് അവന്റെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഇച്ചിരി ക്ഷീണിച്ച്, കുറച്ചല്ല നന്നായിട്ട് ക്ഷീണിച്ചായിരുന്നത്. പിന്നെ തന്നെ ഇത്ര ആന്റിവെനം ഒക്കെ എടുത്തു. ആകെ ഇപ്പം ഇതൊക്കെ നമ്മുടെ നിങ്ങളെ കണ്ടല്ലോ നമ്മുടെ കഥാപാത്രത്തെ. അമ്മയുടെ അടുത്ത് ഞാൻ എന്തോ സംസാരിക്കുന്ന കൈയൊക്കെ എടുത്ത് സംസാരിക്കുന്ന കണ്ടപ്പോ ഇനി അമ്മയ്ക്ക് എന്തോ ആപത്താന്നുള്ള രീതിയിലാണ് പുള്ളി എന്റെ നേരെ ചാടി വരുന്നത്. ആള് എന്നാ നല്ല ശാന്തനാണ്, പക്ഷെ അവന്റെ ശാന്തത നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല അവന് എങ്ങനെയുള്ള ആളാണെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അവന്റെ അടുത്തോട്ട് അടുക്കാതെ നിൽക്കുക. പക്ഷെ അവൻ ഇവന്റെ അടുത്താണ് അന്ന് പറഞ്ഞത്. ഒന്നുമില്ലടാ ഞാൻ ഒന്നും പറയുന്നില്ലല്ലോ. ഇവൻ ഈ ഹൈറ്റ് ഒന്നും ഒരു വിഷയമൊന്നും അല്ല, ഒന്നുമല്ല. അവൻ വയലന്റ് ആണോ? ചാടുന്ന കൂടുതലും അവനാണ്. അവനല്ലേ?